28,000 കോടീശ്വരന്മാരെയാണ് താങ്കൾ സൃഷ്ടിക്കുന്നത്. അതെ, പണം ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് യാതൊരു ടെൻഷനും ആവശ്യമില്ല. ഇത് ചന്ദനമര ആരെ വീട്ടിൽ നിന്ന് നടാം, ഒരാളും ചോദിക്കില്ല. കാരണം അമ്പലങ്ങളിൽ നെറ്റിയുമ്പോ ചന്ദനം കൊണ്ട് കിട്ടുന്ന ഒരു പോസിറ്റീവ് എനർജി ഉണ്ട്. ഇപ്പൊ ഭൂരിഭാഗം അമ്പലങ്ങൾ തുറന്ന് ചന്ദനമല്ല. വേൾഡിൽ നിന്ന് ഹണിമൂൺ ആഘോഷിക്കാൻ ഇവിടേക്ക് ആളുകൾ എത്തും എന്നാണ് താങ്കൾ പറയുന്നത്. പച്ചപ്പുണ്ടല്ലോ, അത് കാണുമ്പോ ബ്രെയിനിൽ കിട്ടുന്ന ഒരു പോസിറ്റീവ് എനർജി ഉണ്ട്. ഇൻവെസ്റ്റ് ചെയ്ത ആൾക്ക് ആവറേജ് 6 ലക്ഷം രൂപ പെർ മന്ത് വരും. അതിനകത്ത് ഏത് വലിയ വൻ സംഘം വന്നാലും ഓൺ ദ സ്പോട്ട് പിടികൂടാൻ ടെക്നോളജി ഉപയോഗിച്ചിട്ടുണ്ട്. ആർക്ക് വേണമെങ്കിലും സ്വയമേവ നട്ടു വളർത്തുന്ന മരങ്ങൾ ആർക്കും മുറിക്കാൻ പറ്റാം. ആ മരങ്ങൾ ഗവൺമെന്റ് തന്നെ എടുക്കും. അതെ, വേറെ ആർക്കും വിൽക്കാൻ പറ്റില്ല. അതെ, 100 കോടിക്ക് 102 കോടി രൂപ എല്ലാ വർഷവും ഇനി വയനാട്ടിലേക്ക് വരാൻ വേണ്ടി പോകും. അപ്പൊ ഇൻവെസ്റ്റ് ചെയ്ത ആൾക്ക് ആവറേജ് 6 ലക്ഷം രൂപ പെർ മന്ത് വരും. അതിനകത്ത് എല്ലാം കുറച്ച് ഇതാക്കിയാലും കുറച്ച് കുറഞ്ഞാലും കൂടിയാലും ഒരു 3 ലക്ഷം രൂപ തെറ്റില്ലാതെ ഒരു മാസം കിട്ടും. തീർച്ചയായിട്ടും. അതായത് 6 ലക്ഷമാണല്ലോ 30 ദിവസത്തെ കണക്കൂട്ടുന്നത്. അതെ, അതെ, മറ്റുള്ള ചെലവുകളും നമുക്ക് അതിന്റെ അകത്ത് ഇതുണ്ടാവല്ലോ. 20% കമ്പനി 20% അതിനകത്ത് ഇപ്പൊ 100 കോടിയിൽ 100 കോടിയില് 20% എന്ന് പറയുമ്പോൾ 20 ലക്ഷം 20 നമുക്ക് പോകും. 20 കമ്പനി എടുക്കും. കമ്പനിക്ക് ഉണ്ടാവും. അതായത് 6 ലക്ഷത്തിൽ എന്ന് പറയുമ്പോൾ 4,80,000 രൂപ അവർക്ക് കിട്ടും. അതിനകത്തും വേറെ എക്സ്പെൻസും മറ്റുള്ള കാര്യങ്ങളും അതിന്റെ എക്സ്പെൻസ് എല്ലാം പോയിട്ട് ആവറേജ് ഒരു 4 ലക്ഷം ബാക്കി ഉണ്ടാവും. 4 ലക്ഷം രൂപ കിട്ടും. പിന്നെ അതിൽ നിന്ന് കുറച്ച് ദിവസം കുറച്ചോ. അപ്പൊ ആവറേജ് ഞങ്ങൾ പറയുന്നത് 2 മുതൽ 3 ലക്ഷം വരെ പ്രതീക്ഷിക്കാം. അപ്പൊ 3 ലക്ഷം ആവറേജ് കിട്ടുന്നു. എറണാകുളത്ത് ഇതേപോലെ ഈ 1 കോടി റുപ്യ മുടക്കി കഴിഞ്ഞാൽ ഇപ്പൊ 95 ലക്ഷം എത്തിയെന്നല്ലേ പറയുന്നത്. 1 ലക്ഷം കിട്ടും. അല്ല 1.5 ലക്ഷം രൂപ മുടക്കി കഴിഞ്ഞാൽ മാക്സിമം ഒരു വാടക എത്ര കിട്ടും ഒരു വീടിന്? അതാ പറഞ്ഞ 30-35 രൂപ 40 രൂപ കിട്ടാം. അതെ, അതെ, 40 രൂപയുടെ എത്ര പേരട്ടെ. വേറൊരു ഗുണം കൂടി ഞാൻ അതിനകത്ത് കാണുന്നുണ്ടല്ലോ. ഇത് കിട്ടുമ്പോൾ തന്നെ 15 വർഷം കഴിയുമ്പോൾ ഈ 16 ചന്ദന മരങ്ങൾ വിറ്റ് കഴിഞ്ഞാൽ അതും ഇതിനകത്ത് കിട്ടുന്നതാണല്ലോ. തീർച്ചയായിട്ടും. അതായത് ആദ്യം ഞങ്ങൾ പറയുന്ന ഓഫർ എന്ന് പറയും റെന്റൽ ഇൻകം. ഇതാണ് ആദ്യം വരുന്നത്. അതിപ്പോ ഞങ്ങൾ ജനുവരി മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന റെന്റൽ ഇൻകം കൊടുത്തു തുടങ്ങണം. അപ്പോ റെന്റൽ ഇൻകം ആദ്യം തുടങ്ങി 10 മുതൽ 15 വർഷം അടുത്ത അഗ്രികൾച്ചർ ഇൻകം, സാൻഡൽവുഡ് മുറിച്ച് കിട്ടുന്ന ഒരു റവന്യൂ ഉണ്ട്. അതും അടുത്തൊരു ഇൻകം. അതൊരു 2 to 4 ഇയർ അതുണ്ടാവും. പട്ടോ അതൊരുത്തോട്ട് അവർക്കുള്ളതാണ്. അത് കഴിഞ്ഞാൽ 15 കഴിഞ്ഞ് വിൽക്കണം എന്ന് വിചാരിക്കും. അവിടെയാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് വരാൻ വേണ്ടി പോകുന്നത്. അതായത് കേരളം എന്ന് പറയുന്നത് നമ്മുടെ സംസ്ഥാനം ടോട്ടൽ 96 ലക്ഷം ഏക്കറാണ്. ഇനി കേരളത്തിൽ സെല്ലബിൾ പ്രോപ്പർട്ടീസ് എന്ന് വെച്ചാൽ വെറും 10 ലക്ഷം ഏക്കറേ ബാക്കിയുള്ളൂ. ഓക്കെ, 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം ഇവിടെ ഓരോ വർഷം കൂടുമ്പോഴും ഭൂമിയുടെ വരെ ഡബിൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അടുത്ത 10 കൊല്ലം കഴിയുമ്പോൾ ഡബിൾ നിന്ന് മാറും. റീസൺ ഇപ്പൊ നമ്മൾ വിൽക്കുന്ന സെന്റും അതോടൊപ്പം ഏക്കർ കണക്കിലാണ്. ഇനി അടുത്ത 10-15 കൊല്ലം കഴിയുമ്പോൾ ഇത് മാറിയിട്ട് സ്ക്വയർ ഫീറ്റിലേക്കാവും. കാരണം എന്താ? ഇവിടെ ജനസംഖ്യ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ചൈനയെ മറികടന്നുകൊണ്ട് ഇന്ത്യ 1ാം സ്ഥാനത്ത് എത്തി അല്ലെ? ഇതേപോലെ ഭൂമി കൂടുന്നില്ല, ജനസംഖ്യ കൂടുന്നുണ്ട്. അപ്പൊ എന്ത് ചെയ്യും? ഇപ്പൊ കൊച്ചിയിൽ സ്ക്വയർ ഫീറ്റായി, UP സ്ക്വയർ ഫീറ്റായി, പിന്നെ ബാംഗ്ലൂര്, ബോംബെ, ഇവിടെ ഒക്കെ സ്ക്വയർ ഫീറ്റിലേക്ക് മാറി. അപ്പൊ ഇതേപോലെ സ്ക്വയർ ഫീറ്റ് വന്നാലോ ഇപ്പൊ 1.5 കോടിക്ക് വാങ്ങിയ ഈ ഭൂമി അവർക്ക് എത്ര രൂപയ്ക്ക് വിൽക്കാൻ പറ്റും സാർ? അപ്പോ അവിടെ മറ്റൊരു കാര്യം കൂടെ, റിയൽ എസ്റ്റേറ്റിലൂടെ ഒരു വൻ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ സാധിക്കും ഇതിൽ. അതായത് കേരള ഗവൺമെന്റിന് കോടികൾ ടാക്സ് ഇനത്തിൽ കിട്ടുന്നു. അതെ, അതോടൊപ്പം ഇതിന്റെ ഉടമകൾക്ക് ആവറേജ് പെർ മന്ത് 3 ലക്ഷം എന്ന് പറയുമ്പോൾ 12 മാസം കൊണ്ട് 36 ലക്ഷം രൂപ പെർ ഇയർ കിട്ടുന്നു. അവരെ ഇൻവെസ്റ്റ് ചെയ്ത പൈസ 3 കൊല്ലം കൊണ്ട് കംപ്ലീറ്റ് തിരിച്ചു കിട്ടുന്നു. കൂടാതെ അവർക്ക് ആവറേജ് 16 മരങ്ങൾ എന്ന് പറയുമ്പോൾ 3,20 ലക്ഷം രൂപ, 3 കോടി രൂപ ആവറേജ് 15 മാസം കൂടുന്നു കിട്ടുന്നു. അതായത് ഏത് കടം മേടിച്ച് ഇൻവെസ്റ്റ് ചെയ്താൽ പോലും അവർക്ക് ജീവിതകാലം മുഴുവൻ കുടുംബത്തെയും പൂർണ്ണമായി സുരക്ഷിതമാക്കുന്ന രൂപത്തിലേത്. അതായത് ഒരു മകനെ കല്യാണം കഴിച്ചുമ്പോൾ സ്ത്രീധനമായിട്ട് ഈ സ്ഥലം കൊണ്ട് ഇങ്ങനെ ഒരു സ്ഥലം മേടിച്ചു കൊടുത്താൽ അവർക്ക് ലൈഫും കൂടെ സെറ്റിൽ ചെയ്ത് കൊടുക്കുകയാണ് താങ്കൾ. തീർച്ചയായിട്ടും. ഇവിടെ എത്രയോ പേര് ഒരു കല്യാണങ്ങൾക്ക് ഗിഫ്റ്റ് ഒക്കെ ആയിട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ 100 രൂപ സ്ത്രീധനം കൊടുക്കും. ഇപ്പോഴത്തെ അവസ്ഥയിൽ എത്ര കോടി? 1 കോടിക്ക് മേലെ വേണം. അതേ പൈസ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്ത് അവർക്ക് ജീവിക്കാനുള്ള, അതാ പറഞ്ഞത്, അവർക്ക് ഹെൽത്തിന് ഉപയോഗിക്കാം, മാസത്തിൽ താമസിക്കാം, വെൽത്തിന് ഉപയോഗിക്കാം, അവർക്ക് ഹാപ്പിനെസ് കിട്ടി, നാളെ മക്കൾക്ക് ലെഗസി കൈമാറ്റം ചെയ്യപ്പെടാൻ പറ്റും. അത്തരത്തിൽ അസറ്റ് ആയിട്ട് മാറി എന്നുള്ളതാണ്. ഇപ്പം ഫസ്റ്റില് താങ്കൾ വെറും ഒരു സാൻഡൽവുഡ് പ്ലാന്റേഷൻ അതിന്റെ പ്രോജക്റ്റ് എന്നുള്ള രൂപത്തിൽ തുടങ്ങി. പിന്നെ അത് വലിയ ടൂറിസമായി ഇന്റർനാഷണൽ മാപ്പിൽ അത് ലോകത്തിലെ ഏറ്റവും മനോഹരമായ ഒരു പർദേശയായി
മാറും എന്നുള്ളതാണ്. ശരി തന്നെയാണല്ലോ. തീർച്ചയായിട്ടും. മുമ്പൊക്കെ നമ്മൾ ഹവ ബീച്ച് എന്നൊക്കെ പറയുന്ന കേൾക്കുന്നവരെ ഇത് ഹണിമൂൺ ട്രിപ്പിന് പോകാൻ ആഗ്രഹിക്കുന്ന ദമ്പതികൾക്കൊക്കെ ഇവിടെ വന്ന് അവർക്ക് ദാമ്പത്യം ഫസ്റ്റ് തുടങ്ങാം എന്നുള്ളതാണ്. എന്ത് പറയുന്നു അതിനെ കുറിച്ചിട്ട്? തീർച്ചയായും പച്ചപ്പ് ഉണ്ടല്ലോ, അത് കാണുമ്പോൾ ബ്രെയിനിന് കിട്ടുന്ന ഒരു പോസിറ്റീവ് എനർജി ഉണ്ട്. അതോടൊപ്പം തന്നെ അവിടെ ഒരു 5 മണി കഴിഞ്ഞാൽ വരുന്നൊരു കോടയുണ്ട്. അതെല്ലാം കിട്ടുന്ന ഒരു ഫീല്, മനസ്സിന് കിട്ടുന്ന ഒരു വല്ലാത്തൊരു വേറൊരു ലെവലിലേക്ക് നമ്മൾ കൊണ്ടുപോകും. പിന്നെ രാവിലെ 5 മണി 6 മണി കിട്ടുന്ന ഒരു മോർണിംഗ് വൈബ് ഉണ്ട്. ഇതൊക്കെ നമ്മളിവിടെ കിട്ടില്ല. അതൊക്കെ പൈസ കൊടുത്താൽ കിട്ടുന്ന ഒന്നല്ല. ഈ നമ്മുടെ കേരളത്തിന്റെ ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ, ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറയുന്നത്. അപ്പൊ ഇത് ഒരു ഇന്നോവേഷൻ ആണ്. ഇത് നമ്മൾ ചെയ്ത് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ആദ്യം എന്ത് ചെയ്തു, ചന്ദ്രനമ്മ തുടങ്ങി, അത് റിസോർട്ട് കൊണ്ട് ഫിറ്റ് ചെയ്തു. ഇപ്പൊ അതിന്റെ കൂടെ ഇന്റഗ്രേറ്റഡ് ഫാമിംഗ് അതും കൂടെ നമ്മൾ ഇതിന് ഉള്ളിൽ കൂടെ ചെയ്തു. മാത്രമല്ല ഇപ്പൊ ഞങ്ങൾ അടുത്ത ദിവസം തറക്കല്ലിടാൻ വേണ്ടി പോണത് സാൻഡൽവുഡ് ഒരു റിസർച്ച് സെന്റർ കൂടെ തുടങ്ങണം. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും പലർക്കും ഇതിനെ കുറിച്ച് അറിയില്ല. അപ്പൊ ഇത് മറ്റുള്ളവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ ഇപ്പൊ ആ ഒരു 8 റിസർച്ച് സെന്ററേ ഉള്ളൂ. അത് ബാംഗ്ലൂർ IWST ആണ്. 2ാമത്തെ സൊസൈറ്റി ഞങ്ങളുടേതാവും. അപ്പൊ അത് ആ റിസർച്ച് സെന്ററും കൂടെ ഞങ്ങൾ തുടങ്ങാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ നീക്കി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ തന്നെ ഹെൽത്ത് ടൂറിസം കൂടെ അതിനകത്ത് വരുന്നുണ്ടല്ലോ. ഹെൽത്ത് ടൂറിസത്തിന് ഏറ്റവും പറ്റിയ ഒരു സ്വർഗീയമായ സ്ഥലം, അതായത് ഭൂമിയിൽ ഒരു സ്വർഗമുണ്ടെങ്കിൽ അത് ഇതാണ് എന്നൊക്കെ നമ്മൾ കാശ്മീരിനെ പറ്റി പറയാറുണ്ട്. അതേപോലെ കേരളത്തിലെ ഏറ്റവും സൗന്ദര്യമുള്ള സ്ഥലമാണ് വയനാട്. ആ വയനാട്ടിൽ പുൽപ്പള്ളിയെ പിന്നെ ആരും ഇങ്ങനെ ചിന്തിച്ചിട്ടേ ഇല്ല. അങ്ങനെ ആ സ്ഥലം തെരഞ്ഞെടുത്ത് അവിടെ ഹെൽത്ത് ടൂറിസം കൂടെ അങ്ങനെ ഒരു പദ്ധതി ഇതിനകത്തുണ്ടോ? നമ്മൾ കായകൽപ്പ ചികിത്സ എന്ന് കേട്ടിട്ടില്ലേ? ഈ കായകൽപ്പ ചികിത്സ പോലത്തെ ഒരു ചികിത്സ കൂടി നമ്മളവിടെ തുടങ്ങുന്നുണ്ട്. അപ്പൊ ഇത് മെയിൻലി ഫോറിനേഴ്സിന് വേണ്ടിയാണ്, യൂറോപ്യൻസും അവര് അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടിയുള്ളതാണ്. ഇവിടുത്തെ ചെയ്യുമല്ലോ. ഇവർക്ക് ഇതിനെ കേരളത്തിലുള്ളവർക്ക് ഇത് എങ്ങനെ ഇതിന് നെഗറ്റീവ് പറയുന്നത് മാത്രമേ അറിയുള്ളൂ അല്ലെ. പക്ഷെ ഇത് ഇഷ്ടമുള്ള അത് വേണ്ട ഒരുപാട് ആളുകളുണ്ട്. അപ്പൊ ഇവരെ സംബന്ധിച്ചിടത്തോളം എന്തുണ്ട്, ഇവിടെ വന്ന് ആ ഒരു ചികിത്സയിലൂടെ തന്നെ അസുഖങ്ങളില്ലാത്ത മനുഷ്യന്മാർ, ഒന്നാമത്തെ ഞങ്ങളുടെ ഒരു ആശയം അതാണ്. 2, പ്രായം കുറയ്ക്കുക, മരണത്തെ കുറച്ചുകൂടെ നീട്ടിക്കൊണ്ടുപോവാം അല്ലെ. മരണത്തെ മാറ്റാൻ നമ്മൾ കൊണ്ട് പറ്റുന്നില്ല, പരമാവധി നീട്ടി വിളിച്ചു കൊണ്ടുപോകാം. അത് അസുഖങ്ങൾ വരാതിരുന്നാൽ മതിയല്ലോ അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള ഒരു ആയുർവേദിക് ട്രീറ്റ്മെന്റ് കൂടെ ഞങ്ങൾ ഇവിടെ പറയുന്നത് ഒരു വെൽനസ് ക്യാമ്പസ് കൂടിയിട്ടാണ് ഞങ്ങൾ പ്രൊജക്ട് നോക്കി കാണുന്നത്. അതായത് വേൾഡിൽ നിന്ന് ഹണിമൂൺ ആഘോഷിക്കാൻ ഇവിടേക്ക് ആളുകൾ എത്തും എന്നാണ് താങ്കൾ പറയുന്നത്. തീർച്ചയായിട്ടും. ഹണിമൂൺ ട്രിപ്പിന് പോകുന്ന എന്റെ പർദീസയും പറയും, അതിന് എന്തൊക്കെ ഗുണങ്ങൾ ആണെന്ന് താങ്കൾ കാണുന്നത്? ഇവിടെ അവിടെ ഓൾറെഡി നമുക്ക് വിദേശ നാണ്യം നേടിത്തരാൻ വേണ്ടിയിട്ട് വലിയ സംഭവമായിട്ട് കാണാൻ പറ്റും, വിദേശ നാണ്യം. അപ്പൊ ഇവിടെ നമ്മുടെ കേരളത്തിലെ വയനാട്ടിലേക്ക് വരുമ്പോൾ സാറിന് അറിയാം, ചൂരൽമല ദുരന്തത്തിന് ശേഷം വയനാട് ടൂറിസവുമായി ബന്ധപ്പെട്ട് വളരെയധികം ബാക്കിലാണ്. അപ്പൊ ആ വയനാട് ടൂറിസം മേഖലയെ ഒരുപാട് നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ ഇപ്പൊ ഇവിടെ റിയൽ എസ്റ്റേറ്റ് മേഖല സ്തംഭിച്ചു നിൽക്കുകയാണ്, കൃഷി മേഖലയിലേക്ക് പോയി നിൽക്കുകയാണ്. ഇതിനൊക്കെ ഒരു ഉണർവ് വന്നുകൊണ്ട് കേരളത്തെ ഇപ്പൊ തന്നെ കേരളം ഓൾറെഡി ടൂറിസത്തിന്റെ കാര്യത്തിൽ വൻ മുൻപന്തി തന്നെ നിൽക്കുന്നുണ്ട്. പക്ഷേ മറ്റൊരാൾക്ക് തകർക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു വൻ ടൂറിസ്റ്റ് കേന്ദ്രമാക്കി നമ്മുടെ കേരളത്തെ മാറ്റാൻ സാധിക്കും. ഇന്റർനാഷണൽ ടൂറിസ്റ്റ് കേന്ദ്രമായിട്ട് ഈ വയനാട് എന്ന് പറയുന്നത് ഇപ്പൊ പേടി സ്വപ്നമല്ല. അതെ അതെ. മുണ്ടക്കൈ ദുരന്തമുണ്ടായ ശേഷം ഒരു മല തന്നെ ഇടിഞ്ഞു പൊളിഞ്ഞ് അങ്ങോട്ട് ഒഴിഞ്ഞു പോയി. ഏകദേശം 100-500 വീടുകൾ ഒലിച്ചു പോയി. ആ കുടുംബം അടക്കം പോയി കഴിഞ്ഞു. അപ്പൊ അങ്ങനെ ആ ഒരു ഭയങ്കര പേടി സ്വപ്നമായ വയനാട്ടിൽ തന്നെ താങ്കൾ ഇങ്ങനെ ഒരു കാര്യം ഇതാവുമ്പോ അത് റിസ്ക് അല്ലേ? നാളെ ഇവിടെ ഒരു പ്രകൃതി ദുരന്തമൊക്കെ പ്രതീക്ഷിക്കാൻ പറ്റില്ലേ? അവിടെയാണ് വയനാടിനെ പറ്റി മനസ്സിലാക്കാത്തൊരു കാര്യം. കാരണം ഇവിടെ ഞാൻ പറഞ്ഞു, ഈ ചന്ദന കൃഷി തുടങ്ങാൻ പറ്റിയിട്ടുള്ള കാലാവസ്ഥ സമുദ്രത്തിന് 700 മീറ്റർ ഹൈറ്റ് വേണം. ഇവിടെ പല റിസോർട്ടുകളും തുടങ്ങിയിട്ട് പലതും പ്രോഫിറ്റബിൾ അല്ല. ഇതിന്റെ കാരണം റിസോർട്ടുകളുടെ റവന്യൂ മാത്രമേ നോക്കുന്നുള്ളൂ. അതിനെ ഒരു ടൂറിസത്തിലേക്ക് കണക്ട് ചെയ്യാനോ അഗ്രികൾച്ചറുമായി കണക്ട് ചെയ്യാനോ ആരും തയ്യാറായിട്ടില്ല. അപ്പൊ ഞങ്ങൾ ശ്രദ്ധിച്ചെന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിനെ നാളെ എന്തെങ്കിലും തരത്തിൽ റിസോർട്ടിൽ ആൾക്കാർ താമസിക്കാൻ വന്നില്ലെങ്കിൽ ഇവർക്ക് പൈസ മൈനസ് ആവാൻ പാടില്ല. അതിനു വേണ്ടിയിട്ട് ഞങ്ങൾ വയനാട് തിരഞ്ഞെടുക്കാൻ കാരണം. അപ്പൊ ഞങ്ങൾ 3 ജില്ല പ്രിഫർ ചെയ്തിരുന്നു. 1 ഇടുക്കി, 2 പത്തനംതിട്ട, 3 വയനാട്. പക്ഷെ ഇടുക്കിയും പത്തനംതിട്ട 60% കിടക്കുന്ന റെഡ് സോണിലാണ്. ഏത് സമയത്ത് എന്ത് സംഭവിക്കുക കാലാവസ്ഥ. പക്ഷെ വയനാടിനെ സംബന്ധിച്ച് 20% ഏരിയ മാത്രമേ റെഡ് സോൺ ഉള്ളൂ. അതായത് ചൂരൽമല പോലുള്ള കുറച്ച് സ്ഥലങ്ങൾ.
ബാക്കിയുള്ള എല്ലാ സ്ഥലവും ഗ്രീൻ സോണിൽ എടുക്കണം. അപ്പൊ ഈ ഗ്രീൻ സോണിൽ എടുക്കുന്ന ഒരു ടേബിൾ ടോപ്പ് വരുന്നുണ്ട്. ഇപ്പൊ വയനാട് സ്ഥിതി ചെയ്യുന്നത് മെയിനായിട്ട് പറയുന്ന 3 ചുരത്തമ്പല. ഒന്ന് കുറ്റാടി ചുരം, 2 താമരശ്ശേരി ചുരം, മറ്റൊന്ന് ആടുകാണി ചുരം. അപ്പൊ ഒരു ടേബിൾ ടോപ്പ് പോലെ ഇതുമായി ഈ ചുരത്തുമ്പോൾ ഈ സംഭവം നിൽക്കുന്നത്. ഇതിന്റെ ടോപ്പിലാണ്, ഏറ്റവും ടോപ്പിലാണ് നമ്മളെ പുൽപ്പള്ളി. ഇതിന്റെ ടോപ്പിലാണ് നമ്മൾ റിസോർട്ട് വരുന്നത്. അപ്പൊ ഇത് ഇടിഞ്ഞു വീഴാൻ മുകളിൽ മലൊന്നുമില്ല, വെള്ളപ്പൊക്കത്തിന് ചാൻസ് ഇല്ല. അപ്പൊ ഇത് നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് റിപ്പോർട്ട് പ്രകാരം 50 കൊല്ലം മുമ്പ് ഈ 80% മേഖലകളിലും യാതൊരു തരത്തിലുള്ള പ്രകൃതിക്ഷോഭം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. 2, 50 കൊല്ലത്തിന് ശേഷം വരില്ല എന്നുള്ള റിപ്പോർട്ടും കയ്യിലുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങളിത് വയനാട് തിരഞ്ഞെടുക്കാൻ കാരണം. പിന്നെ ബ്ലാക്ക് സോയില്, 700 മീറ്റർ ഹൈറ്റ് ഉണ്ട്, ചൂടുണ്ട്, തണുപ്പുണ്ട്. ഈ 4 ഉണ്ടെങ്കിലേ സാൻഡൽവുഡിന് പ്രതീക്ഷിച്ച രീതിയിലുള്ള ഇൻകം കിട്ടൂ. അല്ലാതെ കാണുന്നതെല്ലാം ഒരു സ്വപ്നങ്ങളായി മാറും. അതായത് താങ്കൾ പറയുന്ന പ്രകാരമാണെങ്കിൽ ഇപ്പം എത്ര പേരാ ഇത് വാങ്ങിക്കഴിഞ്ഞു? ഇപ്പൊ നിയറസ്റ്റ് 400 പേരെ ആളുകൾക്ക് നമുക്ക് വിറ്റ് കഴിഞ്ഞു, പൂർത്തിയാക്കി കഴിഞ്ഞു, രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. എത്ര പേരാണ് താങ്കൾ ടോട്ടൽ ഉദ്ദേശിക്കുന്നത്? ടോട്ടല് 1400 ഏക്കറിനെ 700 പ്രൊജക്ട് ആക്കി, 2 ഏക്കറിന്റെ 700 പ്രൊജക്ട് ആക്കിയിട്ട് 28,000 5 സെന്റ് ഭൂമികൾ വിറ്റഴിക്കാനുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് വേലാർഗി തിരിച്ചിട്ടുള്ളത്. 28,000 കോടീശ്വരന്മാരെയാണ് താങ്കൾ സൃഷ്ടിക്കുന്നത്. അതെ. മാത്രമല്ല അവരുടെ കുടുംബം സെറ്റിൽ ആവുകയാണ്. അതെ. അവർക്ക് പണം ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് യാതൊരു ടെൻഷനും ആവശ്യമില്ല. സാറ് പറയുന്നത് ടെൻഷൻ എവിടെയാണ് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് അപ്പോൾ തന്നെ സ്ഥലം രജിസ്റ്റർ ചെയ്ത് കൊടുക്കുന്നു. പിന്നെ അതിൻ്റെ അകത്ത് ഏറ്റവും നെഗറ്റീവ് വശം എന്ന് പറയുന്നത് അത് ഇങ്ങനെ മേടിച്ച് സാൻഡൽവുഡ് നട്ടുപെടുത്തു, പിന്നെ അവിടേക്ക് അവര് സ്ഥിരമായി അവിടേക്ക് യാത്ര ചെയ്ത് അതിനൊക്കെ ബുദ്ധിമുട്ടുണ്ടേ. അവിടെയാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് സാറാണ്. ഇപ്പോ ഞങ്ങളെ സംബന്ധിച്ചാൽ 25 വർഷത്തെ ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ് ആണ് ഞങ്ങളുടെ. ശരിക്കും പറഞ്ഞാല് ഏറ്റവും കൂടുതൽ ഞങ്ങൾ എക്സ്പെർട്ടൈസ് ചെയ്തേക്കുന്നത് അതില്ല. അപ്പൊ അതുകൊണ്ട് അത് നോക്കി വളർത്തി കൊടുക്കാൻ എന്നുള്ളത് ഞങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. പക്ഷെ അതോടൊപ്പം ഞങ്ങൾ ചെയ്തേക്കുന്നത് വെച്ചാൽ ഓരോ 2 ഏക്കറിൽ 40 ഉടമകൾ ഉണ്ടാവും. ഈ ഉടമകളെ വെച്ചുകൊണ്ട് ഞങ്ങൾ ഒരു സൊസൈറ്റി രൂപീകരിച്ചിട്ടുണ്ട്. സാൻഡൽവുഡ് വെൽഫെയർ ഗ്രൂപ്പ് ഫാമിംഗ് വെൽഫെയർ അസോസിയേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഓരോ സംഘടന ഉണ്ട്. 700 സൊസൈറ്റീസ് ആണ് രൂപീകരിക്കുന്നത്. ഇതിലെല്ലാം 40 ഒന്നിൽ എത്ര പേരുണ്ടാവും? 40 പേര്. അപ്പൊ 40 പേരാണ് സംഘടനയാണ്. അപ്പൊ ഞങ്ങൾ ഇത് ചെയ്ത് ഇവരെ ഏൽപ്പിക്കാൻ, ഇവരാണ് ഇവർ നോക്കി വളർത്തി കൊണ്ടുപോകുന്നത്. ജസ്റ്റ് എ സപ്പോർട്ടിങ് കമ്പനി. അപ്പൊ എന്തെങ്കിലും ഗുണം കിട്ടി? നാളെ കമ്പനി ഇല്ലെങ്കിൽ അവരെ സംബന്ധിച്ച് ഒരു സ്കൂളില്ല. കാരണം ഒരു സംഘടനയായി മാറി. ഫാർമേഴ്സ് അസോസിയേഷനെ നോക്കിക്കോളും, സാൻഡൽവുഡ് ഫാർമേഴ്സ് അസോസിയേഷനെ നോക്കിക്കോളും. അതെ അതെ. ഇപ്പൊ എക്സാമ്പിൾ ഇവിടെ കുറെ വില്ല പ്രൊജക്ട്, ഫ്ലാറ്റ്, സ്കൈലൈൻ, കോൺഫിഡൻസ് ഉണ്ടല്ലോ സാറേ. ഇത് പണിയുമ്പോ ഓൾറെഡി ബിൽഡറാണ്. പക്ഷെ പണിത് കഴിഞ്ഞാൽ കുറച്ച് കാലത്ത് ബിൽഡർ ഉണ്ടാവുള്ളൂ. പിന്നെ ആരാ നോക്കണേ? അവിടെ ഒരു അസോസിയേഷൻ ഉപയോഗിക്കും. പിന്നെ അവരാണ് സെയിം തന്നെയാണ് ഇവിടെ. പിന്നെ കമ്പനിക്ക് റോളില്ല, എങ്കിലും കമ്പനി എല്ലാ കാര്യത്തിലും അവിടെ ഉണ്ടാവും. അതായത് ഇത് പ്ലാൻ ചെയ്ത് 15 വർഷം കൊണ്ട് ആണല്ലോ പേയ്മെന്റ് ഇടുക. അതുവരെ ഈ വരുന്ന വാങ്ങിയ ആളുകൾക്ക് അവിടേക്ക് സ്ഥിരമായി പോകേണ്ടതുണ്ടോ, അല്ല നിൽക്കുന്ന സ്ഥലത്ത് നിന്നാ മതിയോ? ഒരു കാരണവശാൽ അങ്ങോട്ടേക്ക് പോകണം. ചിലർ പറയേ ഇത് എറണാകുളത്ത് ഇറങ്ങി കുഴപ്പമുണ്ടായിരുന്നില്ല, ഞാൻ വാങ്ങിയത്. വയനാട് പോയി എനിക്ക് വാങ്ങാൻ പറ്റില്ല. ഞാൻ ഇവിടെ ചോദിക്കുന്ന ചോദ്യം, നിങ്ങളെ മക്കൾ ദുബായി പോകുന്നുണ്ട്, നിങ്ങളെ മക്കൾ ഓസ്ട്രേലിയയിൽ പോകണം, എന്തിനാ? കൂടുതൽ പണം ഉണ്ടാക്കാനാ. അപ്പൊ കൂടുതൽ പണം ഉണ്ടാക്കണമെങ്കിൽ അതുള്ള സ്ഥലത്തേക്ക് പോകണം. അപ്പൊ നിങ്ങൾ ഒരു പ്രാവശ്യം ഒന്ന് വായോ, ഒരു പ്രാവശ്യം വന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് പിന്നെ പോന്നോ. അത് രജിസ്ട്രേഷൻ കഴിഞ്ഞ് ഉടനെ തന്നെ CCTV ക്യാമറ ആക്സസ് ചെയ്യുന്നത്. പിന്നെ മൊബൈലിൽ ഏത് പാതിരാത്രിക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ സ്ഥലം കാണാം. ഇത് മൈക്കുമായിട്ട് കണക്റ്റഡ് ആണ്. നിങ്ങൾക്ക് സംസാരിക്കാം അവിടുത്തെ പണിയെടുക്കുന്ന ജോലിക്കാരായിട്ട്. അത്രത്തോളം നമ്മൾ അവിടെ ആക്സസ് കൊടുത്തിട്ടുണ്ട്. അവിടെ വരണ്ട. അതായത് അവർക്ക് വീട്ടിലിരുന്നു കൊണ്ടോ എവിടെ യാത്ര ചെയ്തുകൊണ്ടോ അവരുടെ ചന്ദനമരങ്ങൾ കൃത്യമായി സംരക്ഷിക്കപ്പെടുന്നുണ്ടെന്നും വളരുന്നുണ്ടെന്നും കൃത്യമായ അറിവ് ഓരോ നിമിഷവും അവർക്ക് മനസ്സിലാക്കാൻ പറ്റും. സെക്കൻഡ് അപ്ഡേഷൻ അവർക്ക് അപ്പപ്പോ ഉണ്ട്. അവിടെ എന്ത് നടന്നാലും എന്തെങ്കിലും സാധാരണ ഈ നമ്മൾ കേട്ടിടത്തോളം ഈ സാൻഡൽവുഡ് മരങ്ങൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് കള്ളന്മാര് മുറിച്ചു കൊണ്ടുപോകുന്ന കാലഘട്ടമാണ് പലയിടത്തും ഉള്ളത്. ഇപ്പൊ സാറ് ഇപ്പൊ അടുത്തിടെ ഇറങ്ങിയ മറ്റേ പൃഥ്വിരാജിന്റെ സിനിമ ഉണ്ടായിരുന്നു, എന്താണ്, വിലായത്ത് ബുദ്ധ. അതില് ഒരു മരത്തിന് 1.5 കോടി രൂപയുടെ വിലയുള്ള മരണം അവിടുത്തെ കഥാപാത്രം. ഇത് ഷെമി തിലകന്റെ പറമ്പിലാണ്. ഇത് അടിച്ചുകൊണ്ട് പോകാൻ വേണ്ടി ഉള്ള സീനാണ്. അപ്പൊ ഇതിലും പറയുന്നത് അവിടെ മോഷണം തന്നെയാണ്. അപ്പൊ ഇത് മോഷ്ടിക്കപ്പെടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പക്ഷേ അവിടെയാണ് ഞങ്ങൾ ചെയ്തേക്കുന്നത്, ഓരോ 2 ഏക്കർ എടുത്തിട്ട് 20 അടിക്ക് ഇലക്ട്രിക് ഫെൻസിങ്, അതോടൊപ്പം തന്നെ ഓരോ മരത്തിനും ചിപ്പ് വയ്ക്കുന്നുണ്ട്.
ഈ ചിപ്പ് വെച്ചാൽ ഗുണം വെച്ച് കഴിഞ്ഞാൽ ലോഹം കൊണ്ട് മരത്തുമ്പോ തൊട്ട് കഴിഞ്ഞാൽ 10 ഫോണിലേക്ക് മെസ്സേജ് അലർട്ട് വരും. പിന്നെ എക്സ്പെർട്ട് ആയിട്ട് ഡോഗ്സ് അവിടെയുണ്ട്, സെക്യൂരിറ്റി ഡോഗ്സ്, പിന്നെ ആർമഡ് ഫോഴ്സ് സെക്യൂരിറ്റി ഗാർഡ്സ് ഉണ്ട്. അല്ലെ, നമ്മള് സെറ്റപ്പിൽ അവർക്ക് സെറ്റ് ചെയ്തിട്ടില്ല. അപ്പൊ അവിടെ ആർമഡ് ഫോഴ്സ് ഉണ്ട്, പിന്നെ അവിടെ ക്യാമറ, അങ്ങനെ എല്ലാവിധ സുരക്ഷാ സംവിധാനങ്ങളും കൂടിയിട്ടാണ് ഞങ്ങൾ ഇതിനെ പ്രൊട്ടക്ട് ചെയ്ത് വരുന്നത്. ഇത് നമുക്ക് ജ്വല്ലറി കുത്തിപ്പൊളിക്കാം, അതിനേക്കാൾ സിമ്പിള് അതാ, അത്രത്തോളം പ്രൊട്ടക്ഷനോട് കൊടുത്തിട്ടുള്ളത്. അതായത് ഒരു തട്ടിക്കൊണ്ടുപോകാൻ വരുന്ന ഒരു ഏത് വലിയ വൻ സംഘം വന്നത് ഓൺ ദ സ്പോട്ട് പിടികൂടാൻ ടെക്നോളജി ഉപയോഗിച്ചിട്ടുണ്ട്, അതേസമയം മാൻ പവർ ഉപയോഗിച്ചിട്ടുണ്ട്, അതോടൊപ്പം മൃഗങ്ങളെ ഡോഗ്സിനെയും ഉപയോഗിച്ചിട്ടുണ്ട് എന്നാണ് താങ്കൾ പറയുന്നത്. അത്രയും സുരക്ഷിതത്വം കൊടുക്കുന്നുണ്ട്, അത് എല്ലാ സംവിധാനങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അതെ സാറാ പറഞ്ഞ, ചന്ദന കൃഷി ചെയ്യണമെങ്കിൽ കയ്യിൽ കാശും വേണം, ചങ്കുറ്റം വേണം, അല്ലാണ്ട് ഈ പരിപാടിക്ക് അറിവ് തിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ആരും ചെയ്യാൻ പറ്റാത്തവര് പലതരത്തിൽ കളിയാക്കും, നമ്മൾ ചെയ്യട്ടേ അല്ലെ. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞത്, ആ ചങ്കൂറ്റുണ്ടായ നേരത്തെ സാധനത്ത് പറഞ്ഞില്ലേ, ബോക്സിംഗ് ആയിട്ട് തന്നെ കണ്ടു നിറങ്ങിയേക്കാണ്. കിട്ടുന്ന ഉറപ്പാ, പക്ഷെ കൊടുക്കാൻ തയ്യാറാവണം. അത് കണക്കാക്കി തന്നെയാണ് ഇറങ്ങി തിരിച്ചിട്ടുള്ളൂ. എല്ലാവർക്കും ഉള്ള ഒരു സംശയം എന്താ, അതെ, ഈ മരം, ചന്ദനമരം എന്ന് പറയുന്നത് നട്ടു വളർത്തുന്നത് കുറ്റകരമാണ്, അത് മുറിക്കുന്നത് കുറ്റകരമാണ് എന്നൊക്കെയുള്ള ഒരു എല്ലാവർക്കും അങ്ങനെയാണ് അറിയപ്പെടുന്നത്. അതിനെക്കുറിച്ച് ഇതൊക്കെയുള്ള സമയത്ത് താങ്കൾ ഇങ്ങനെ നട്ടു വളർത്താനും ഒക്കെ പിടിപ്പിച്ചിട്ടുള്ള കാര്യം, അത് നാളത്തെ കുഴപ്പമായി മാറില്ലേ? ഇത് ചന്ദനമരം ആരെ വീട്ടിൽ നിന്ന് നടാം, ഒരാളും ചോദിക്കില്ല, കഞ്ചാവൊന്നുമല്ലല്ലോ. ഓക്കെ. പിന്നെ ഇത് മുറിക്കാനുള്ള നിയമം ഉണ്ടായിരുന്നില്ല. പക്ഷേ കഴിഞ്ഞ സെപ്റ്റംബറിലാണ് ഇത് നമ്മുടെ വൈൽഡ് ഫോറസ്റ്റ് മിനിസ്റ്റർ ശശി സാർ, അദ്ദേഹം ഞങ്ങളുടെ പ്രോഗ്രാമിന് വന്നിട്ട് അനൗൺസ് ചെയ്തു. ഓൾറെഡി ഞാനിത് അടുത്ത ആഴ്ച പ്രഖ്യാപിക്കാൻ ഓണം പ്രോഗ്രാമിൽ ശശിധരൻ സാറാണ് ഉദ്ഘാടനം ചെയ്തേക്കണം. അപ്പൊ അദ്ദേഹം വന്നിട്ട് അന്ന് പറഞ്ഞു, ഒരാഴ്ചക്കുള്ളിൽ ഞാൻ നിങ്ങൾക്ക് ഓർഡർ തരാമെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ അദ്ദേഹം ഓർഡർ തന്നു. ആർക്ക് വേണമെങ്കിലും സ്വയമേവ നട്ടു വളർത്തുന്ന മരങ്ങൾ ആർക്കും മുറിക്കാം, ഒരു കുഴപ്പമില്ല. പക്ഷേ നിങ്ങൾ പുറത്ത് വിൽക്കരുത്. ചന്ദനം ഇപ്പൊ 2000 ടണ്ണ് കേരളത്തിൽ, ഇന്ത്യയിൽ ആവശ്യമുണ്ട്. അപ്പൊ നിങ്ങൾ അത് ഞങ്ങൾക്ക് തരണം, പുറത്ത് വിൽക്കണം, നിങ്ങൾ മുറിച്ചോ. അപ്പൊ മുറിക്കാനുള്ള പെർമിഷൻ കൂടെ കിട്ടിയിട്ടുണ്ട്. അതായത് ഗവൺമെന്റ് ഇപ്പോൾ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതെ അതെ അതെ. അതായത് ചന്ദനമരം മുറിക്കാം. നേരത്തെ ഗവൺമെന്റ് തന്നെ മുറിക്കണം എന്നുള്ളതായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലായത്. അതെ അതെ അതെ, കറക്റ്റ്. അപ്പൊ ആ മരങ്ങൾ ഗവൺമെന്റ് തന്നെ എടുക്കും. അതെ, വേറെ ആർക്കും വിൽക്കാൻ പറ്റില്ല. അതെ, അത് ഇന്ത്യയിൽ ഗവൺമെന്റിന്, കേരള ഗവൺമെന്റ് ആയാലും ഇന്ത്യ ഗവൺമെന്റിന് ആവശ്യമാണ്. അതെ. ഏറ്റവും രസകരമായ കാര്യം, അന്ന് ഇന്ത്യയിലുള്ള ഒരു പ്രധാന പ്രതിഭാസം എന്ന് പറയുന്നത് അമ്പലങ്ങൾ വളരെ ശക്തമായ രൂപത്തിൽ സംരക്ഷിക്കപ്പെടുകയും അതിലേക്ക് ഭക്തന്മാർ കൂടി വരികയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ ഈ അമ്പലങ്ങളിലേക്ക് തന്നെ ഈ ചന്ദനം വേണ്ടേ ശരിക്കും? സാറേ, ഈ അമ്പലങ്ങളിൽ നെറ്റിയുമ്പോ ചന്ദനം കൊണ്ട് കിട്ടുന്നൊരു പോസിറ്റീവ് എനർജി ഉണ്ട്. ഇപ്പൊ ഭൂരിഭാഗം അമ്പലങ്ങൾ തുറന്ന് ചന്ദനമല്ല, ഡ്യൂപ്ലിക്കേറ്റാ. ഞങ്ങൾ ശ്രദ്ധിക്കുന്നത് ഇത് ചെയ്യുന്നത് ഒറിജിനൽ ആവട്ടെ, അത് നെറ്റി തൊടുമ്പോ കിട്ടുന്ന ഒരു തണുപ്പും ആ ഒരു ഫീലും ഉണ്ട്. അപ്പൊ അത് ഒരു പരിധി വരെ കുറച്ച് പേര് നമുക്കിത് കൊടുക്കാൻ പറ്റും. അങ്ങനത്തെ ഒരു വിശ്വാസം കാത്തു സൂക്ഷിച്ചു കൊടുക്കണേ.